ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പുതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 67ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹാലലൂയ, ഹാലലൂയ. 3-4 വർഷം മുൻപ് വാഗമണ്ണം അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു 17 വയസ്സുള്ള യുവാവിനെ കൂട്ടിക്കൊണ്ട് മാതാപിതാക്കളെത്തി. അവനിങ്ങനെ ഓജോ ബോർഡ് കളിച്ച് ഒരു പൈശാചിക സ്വാധീനത്തിലേക്ക് വല്ലാണ്ട് അകപ്പെട്ടിട്ട് അവനെ ക്ലാസ്സിലിരുത്താൻ മേലാത്ത രീതിയിൽ അവനെ സ്കൂൾ അധികൃതർ പുറത്താക്കി. വീട്ടിൽ അവനെ നിർത്താൻ മേലാത്ത പോലെയുള്ള ചില വല്ലാത്ത വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ ഒരു അക്രൈസ്തവ യുവാവാണ്. അവന് ഇങ്ങനെ ഓജോ ബോർഡ് കളിക്കുക മാത്രമല്ല, അരൂപികളെ വിളിച്ച് അവൻ്റെ ദേഹത്തിലേക്ക് കയറ്റിയിട്ട് അവൻ അതിൻ്റെ വീഡിയോ മൊബൈൽ ഫോണിൽ എടുത്ത് കൂട്ടുകാരെ കാണിച്ച്, അങ്ങനെ ഇവനെയും കാണിച്ച്, അങ്ങനെയാണ് ഇവൻ അതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അങ്ങനെ അരൂപിയെ വിളിച്ച്, പൈശാചി അരൂപി വിളിച്ചിട്ട് ശരീരത്തിൽ കയറ്റുന്നു. എന്നിട്ട് മറ്റേയാൾ വീഡിയോ എടുക്കുന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പല കാര്യങ്ങൾ പറയിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞു കിട്ടുന്ന കാര്യങ്ങളിലെ കൗതുകം, ഈ ജിജ്ഞാസ പൂർത്തീകരിക്കൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കാണിച്ചുകൊണ്ട് വേറെ കൂട്ടുകാരെ കാണിച്ച് അവരെ കൂട്ടിക്കൊണ്ട് അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പ് ആ സ്കൂളിലുണ്ടായി. ഇപ്പോൾ ഇവൻ ഇത് ഒരു ഹരമായിട്ട് മാറിയിരിക്കുകയാണ്. അവൻ ഈ രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഈ പൈശാചിക അരൂപികളെ വിളിച്ച് കയറ്റിയിട്ട് അവരെ കൊണ്ട് പല കാര്യങ്ങളും വിചിത്രമായത് ചെയ്യിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവനിങ്ങനെ കൂളായിട്ടിരുന്നിട്ട് വീട്ടിൽ ഓരോ വസ്തുക്കൾക്ക് തീ പിടിക്കുന്നു, തുണിക്ക് തീ പിടിക്കുന്നു, അലമാരിക്കകത്തിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് താഴെ വീഴിക്കുന്നു, പൊട്ടിച്ച് കളയുന്നു, കുപ്പിപാത്രങ്ങളൊക്കെ. പല സംഭവമായി കഴിഞ്ഞപ്പോഴേക്കും അതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കിയത്. വീട്ടിൽ അവനെ ഇരുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ അടുത്ത ബന്ധപ്പെട്ട ഒരു വൈദികനുണ്ട്. ആ അച്ഛന് ഇവനെ കൂട്ടിക്കൊണ്ട് പോയി, ഞാൻ എന്നോട് നിർത്താൻ കുറച്ച് നാളത്തേക്ക്. പക്ഷേ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ അച്ഛൻ ഇവനെ തിരിച്ചു വിട്ടു പറഞ്ഞു, ഇവിടെ നിർത്താൻ പറ്റത്തില്ല, കാരണം ഇതുപോലെ സംഭവം അവിടെ ഉണ്ടായി. ഈ അവസ്ഥയിലാണ് അവനെ കൂട്ടിക്കൊണ്ട് ധ്യാനിക്കാനായിട്ട് മാതാപിതാക്കൾ കൊണ്ടുവന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് അനുഭവങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് നെറ്റിജോളിയെന്ന് എനിക്കറിയാം. അടുത്ത കാലത്തും ഒരു പയ്യനെയും കൊണ്ട് മാതാപിതാക്കൾ ധ്യാനത്തിനായിട്ട് വന്നപ്പം ഇതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ ആ പയ്യനെക്കുറിച്ച് അവർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവന് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് യൂട്യൂബിലൊക്കെ ഇൻ്റർനെറ്റിൽ കയറിയിട്ട് ചില പൈശാചിക സൈറ്റുകളിൽ കയറിയിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് അതിന് പരമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെയുള്ള കാര്യങ്ങൾ അവൻ്റെ വീട്ടിലുണ്ടായിട്ട് അവനെ വീട്ടിലൊരു തരത്തിൽ നിർത്താൻ പറ്റുന്നില്ല. സ്കൂളിൽ നിന്ന് അവന് സസ്പെൻഡായി, പഠിത്തം നിന്നുപോയ അവസ്ഥയിലാണ്. 10-16 വയസ്സേ ഉള്ളൂ, 10-16 വയസ്സായിട്ടില്ല. അവനെ കൊണ്ട് അടുത്ത നാളിലാണ് ധ്യാനിക്കാനായിട്ട് മാതാപിതാക്കൾ കൂട്ടിക്കൊണ്ട് വന്നത്. പക്ഷേ കൂടെ സഹോദരങ്ങളെ, ഇത് നമ്മൾ പുതോച്ചാടന അനുഭവ പാഠങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം, മാലിന്യ ജീവിതം, അല്ലെങ്കിൽ മനുഷ്യ ജീവിതം ആയിരിക്കുന്ന വെറും ഭൗതികമായ ഒരു തരത്തിൽ മാത്രമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അടിസ്ഥാനമായിട്ട് എടുക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ 2018 നൽകിയ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്നുള്ള അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായം ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് പാപ്പ പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ, ആ പ്രബോധനത്തിൻ്റെ 160ാമത്തെ ഖണ്ഡിക ഈ 5-ാമത്തെ അധ്യായത്തിലാണ്. അതിനകത്ത് പാപ്പ പറയുന്നുണ്ട്, പിശാചിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ അവബോധം വേണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ആത്മീയ കാഴ്ചപ്പാടില്ലാതെ വെറും ഭൗതികമായ രീതിയിൽ മാത്രം നമ്മുടെ ജീവിതത്തെ നിരീക്ഷിക്കുന്നവരും വിലയിരുത്തുന്നവരും പരിഗണിക്കുന്നവരുമാണ് എങ്കിൽ ഇങ്ങനെയുള്ള പൈശാചിക അരൂപികൾ നമ്മുടെ മധ്യേ സന്നിഹിതമാണ് എന്നും അവയ്ക്ക് എന്തുമാത്രം ഉപദ്രവം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുമെന്നും എന്നുള്ള ഒരു അവബോധം നമുക്കുണ്ടാവുകയില്ല. അപ്പോൾ അവൻ്റെ ഉപദ്രവം നമ്മൾ തിരിച്ചറിയാതെ പോകും. അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ വചന വ്യക്തതയിൽ ആത്മീയ കാഴ്ചപ്പാട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം, ക്രൈസ്തവ ജീവിതം ഒരു നിരന്തര പോരാട്ടത്തിൻ്റെ ജീവിതമാണ്. ആ പോരാട്ടം എന്തെങ്കിലുമുള്ള നമ്മുടെ മാനുഷിക ബലഹീനതകൾ, ലോകത്തിൻ്റെതായ മാത്സര്യ വേദികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറമായിട്ട് പൈശാച് എന്ന പേരിലുള്ള അറിയപ്പെടുന്നതായ, നമ്മൾ കാണുന്നതായ അരൂപികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു തലം തന്നെയാണ് ക്രൈസ്തവ ജീവിതം. പാപ്പ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എടുത്തു പറഞ്ഞ കാര്യം ഇതാണ്, ഒരു ആത്മീയ കാഴ്ചപ്പാടോട് നമുക്ക് കാര്യങ്ങൾ വീക്ഷിക്കാൻ സാധിക്കണം. വിശുദ്ധ പോളാറാമനും പാപ്പയും ഞാൻ നേരത്തെ ഒരു ടോക്കിൽ സൂചിപ്പിച്ചതായ 1972 നവംബർ 15 നടക്കുന്ന ഡെലിവറൻസ് ഫ്രം ഈവിൾ, ആ ഒരു പ്രബോധനത്തിന് പാപ്പ പറയുന്നുണ്ട്, നമുക്കൊരു യഥാർത്ഥമായ ക്രൈസ്തവ കാഴ്ചപ്പാട് ഈ ഭൂമിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഉണ്ടാവണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്നതായ
പൈശാചിക അരുവികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുക്കാനായിട്ട് നമ്മൾ തയ്യാറായേ പറ്റൂ. എന്നിട്ട് പൊളാർ പാപ്പ പറയുന്നുണ്ട്, ഞാനിത് പറയുന്നത് നിങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാനോ ചുമ്മാ തോന്നി നിങ്ങളെ പഠിപ്പിക്കാനോ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പാപ്പ അവിടെ അടിവരയിട്ടുന്ന പോലെ ഇങ്ങനെ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, നമ്മളെ വിശ്വാസത്തെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അപ്പോൾ ഈ കാഴ്ചപ്പാട് ഇല്ലായെങ്കിൽ ഈ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ നമ്മൾ നെറ്റി ഒളിച്ച് കേട്ടിട്ട് അവഗണിക്കാൻ തോന്നിപ്പോകും. അപ്പോൾ ഞാനീ പറഞ്ഞ പയ്യൻ്റെ കാര്യം അവിടെ സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞ ഒരു കമൻറ്റ് എന്നെ ആശ്ചര്യപ്പെടുത്തി. അവൻ പറഞ്ഞു, അവന് നാളുകളായിട്ട് ഇതിനകത്ത് മണിക്കൂറുകൾ കൂട്ടുകാരോടും തനിച്ചോ ചെലവഴിച്ചിട്ടുണ്ട്. അതിന് അനുഭവങ്ങൾ പറയുമ്പോൾ അവൻ പറയുകയാണ്, അച്ഛാ, ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഉത്തരം തരുന്നില്ല. പരിശുദ്ധാത്മാവിനെ വിളിച്ച പരിശുദ്ധാത്മ വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പൈശാചിക അരുവികളെ വിളിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരമുണ്ട്, അവർ വരും. അതുകൊണ്ട് ശേലാച്ച രസമാണ്. ഇവ പറയുന്ന കമൻ്റാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധാരൂപിക്ക് നമ്മിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാരൂപിക്ക് നിരക്കാത്തതിനൊക്കെ നമ്മൾ ദൂരീകരിക്കാൻ തയ്യാറാവണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുമെന്ന് വെച്ചാൽ അനുദപിക്കണം, വിശ്വസിക്കണം. അങ്ങനെ അല്ലാത്തടത്ത് പരിശുദ്ധ അരൂപിക്ക് വരാനായിട്ട് സാധിക്കുക. അതേസമയം പൈശാചിക അരൂപികളെക്കുറിച്ച് വിശദങ്ങൾ പഠിപ്പിക്കുന്ന നമുക്കറിയാലോ. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 6, 7, 8 വാക്യങ്ങളിൽ ആരെ വിഴുങ്ങേണ്ടോ നോക്കിക്കൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ ശത്രുവായി പിശാച് ചുറ്റും നടക്കുകയാണ്. എവിടെയാണ് ഇടിച്ച് കയറേണ്ടതെന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിലോ അവൻ നേരെ വന്ന് കയറാൻ ഇടവരും. എന്ന് വെച്ചാൽ പിശാചിനെ വിളിക്കുമ്പോഴെല്ലാം വരുന്നതെന്ന് അർത്ഥമില്ല. അവൻ വരണമെന്നില്ല ഒരു പക്ഷേ, കാരണം പിശാച് സർവ്വവ്യാപി അല്ല. പക്ഷേ അവനെ വിളിച്ചാൽ അവൻ വരുന്ന അപകടം അതാണല്ലോ. ഈ ഓജോ ബോർഡ് കളിക്കകത്തൊക്കെ ആത്മാക്കളെ വിളിച്ച് വരുത്തിയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് നോക്കുന്നതിന് പുറകിലുള്ളത് ഈ പൈശാചിക അരുവ് വിളിക്കുന്നത് തന്നെയാണ്. അതേക്കുറിച്ചൊക്കെ പങ്കുവെക്കുന്ന ആൾക്കാർ വിശ്വാസികളൊന്നും അല്ലാത്തവർ പോലും തമാശനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അവിടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതായ ചില കെടുതികൾ, നിയന്ത്രണമില്ലാത്ത അവസ്ഥകൾ, ഭയപ്പെട്ട് ഞെരുങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ അതിൻ്റെ ആത്മവിശ്വാസം ബോധ്യമില്ലെങ്കിൽ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൽ എന്തോ കെണികൾ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഥകൾ എഴുതുന്നവരും സിനിമ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അത് കാണുമ്പോൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൗതുകത്തിൻ്റെ പേര് മാത്രമേ പറയാൻ പോകാനിട വരുന്നുണ്ട്. അപ്പോൾ ഈ അരൂപിയുടെ ലോകം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ആത്മാവിനെ അല്ലാതെ വേറെ ഒരു ആത്മാവിനെയും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും വിളിക്കാനായിട്ട് പാടില്ല. തമാശനായിട്ട് പോലും വിളിക്കരുത്. പൈശാചികമായ ഉപദ്രവമുണ്ടായിട്ട് പലതരത്തിൽ കൂട്ടിക്കൊണ്ട് വരപ്പെടുന്ന പിള്ളേർ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയുള്ള പിള്ളേരുടെ അവസ്ഥ ധ്യാനങ്ങളിൽ പലപ്പോഴും എല്ലാ ധ്യാനത്തിലും എന്ന പോലെ ചില പിള്ളേർ വരുന്നുണ്ട്. അവർക്ക് ചില കാര്യങ്ങളിൽ ഇങ്ങനെ വലിയ പൈശാചിക ആഭാസമൊന്നുമല്ല, വലിയ ഉപദ്രവമൊന്നുമല്ല, പക്ഷേ അവർക്ക് ചില വിചിത്രമായ അനുഭവങ്ങളാണ്. അവർക്ക് പഠനത്തിൽ ശ്രദ്ധ ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നോർമലായിട്ട് സമയം പെരുമാറാൻ പറ്റുന്നില്ല. ചില വിചിത്രമായ നിയന്ത്രണമില്ലായ്മയുടെ തലങ്ങൾ ഇവരെല്ലാം പങ്കുവെക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഈ ഓജോ ബോർഡൊക്കെ കളിക്കാനായിട്ട് കൂട്ടുകാർ കൂടി ചില ആലുമാക്കളെ വിളിച്ചു തമാശന് ചെയ്തതാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു നിയന്ത്രണമില്ലാത്ത പെരുമാറ്റത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, സ്നേഹമുള്ളവരെ ധാരാളമുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ആത്മീയ ലോകമെന്ന് പറയുന്ന യഥാർത്ഥമായ ലോകമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് ലോകം നിറഞ്ഞിരിക്കുന്നു. പക്ഷേ തിന്മയുടെ അരുവ് നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ആഴപ്പെട്ട് കിട്ടാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.